മീനച്ചിലാർ കരകവിഞ്ഞതോടെ പാലാ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മീനച്ചിലാറ്റിൽ നിന്ന് ഒഴുകി വന്ന മാലിന്യങ്ങൾ ഭരണങ്ങാനം വട്ടോളിപ്പാലത്തിൽ തങ്ങി നിൽക്കുകയാണ്. കടകളിലെയും വീടുകളിലെയും ചളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ശ്രമം തുടരുന്നു. എത്രയും വേഗം മാലിന്യം നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീനച്ചിലാർ കരകവിഞ്ഞതോടെ വെള്ളത്തിലായ പാലാ പട്ടണത്തിലും പരിസരങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും ഉച്ചയോടുകൂടിയാണ് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയത്. കലിത്തുള്ളിയെത്തിയ മീനച്ചിലാർ ദിശയറിയാതെ ഒഴുകിയപ്പോൾ പാലാ നഗരത്തിലെ കടമുറികളിൽ വെള്ളം കയറി. വെള്ളമിറങ്ങിയതോടെ കടകൾ വൃത്തിയാക്കുക എന്നതാണ് ഇപ്പോൾ ശ്രമകരമായ ദൗത്യം. പാലാ ബൈപ്പാസ് റോഡിന് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിരുന്നു. മിക്ക വീടുകളുടെയും ആദ്യ നില ഭൂരിഭാഗവും വെള്ളത്തിലായി. പ്രതീക്ഷിക്കാതെ അർദ്ധരാത്രി എത്തിയ മലവെള്ളം വീട്ടുപകരണങ്ങളും തുണിയും മറ്റ് സാധനങ്ങളും വാഹനങ്ങളുമെല്ലാം മുക്കിക്കളഞ്ഞു. വെള്ളമിറങ്ങുമ്പോൾ ചളി നിറഞ്ഞ വീട് വൃത്തിയാക്കാൻ പാടുപെടുകയാണ് കുടുംബങ്ങൾ. മീനച്ചിലാറ്റിൽ ഭരണങ്ങാനം വട്ടോളി പാലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും റെഫ്രിജറേറ്ററിന്റെ ഉപേക്ഷിക്കപ്പെട്ട ഭാഗങ്ങളും ഒരു തുരുത്തായി രൂപപ്പെട്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ കനത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഈ ഒരു ബീം നേരെ താന്നാ നിൽക്കുന്നത്. ഒരു 8 മീറ്റർ എന്ന് പറഞ്ഞ പോലെ കുറെ താന്നു നിൽക്കുന്നു. അന്നേരത്തേക്ക് എന്നാ പ്രശ്നം പറ്റുന്ന വെച്ചാൽ എല്ലാം വന്നിവിടെ ഓരോന്ന് അടിഞ്ഞുകൂടുക. മാലിന്യം നഗരസഭ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം പാലത്തെ തന്നെ ഇത് അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ്. റിപ്പോർട്ടർ, കോട്ടയം.